ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സംഗതി ഇന്ന് സത്യത്തിലൊരു വളരെയധികം സന്തോഷമുള്ളൊരു ദിവസമാണ്. സംഗതി എന്താ വെച്ചാൽ നമ്മുടെ വീട്ടിലേക്ക് ആദ്യത്തെ ഒരു 4 വീലർ എടുക്കാൻ പോവാണ്. അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ അമ്മച്ചുണ്ട്, അതുപോലെ തന്നെ അച്ഛമ്മ ഉണ്ട്, പിന്നെ അമ്മയുണ്ട്. അച്ഛൻ ഓൾറെഡി അവിടേക്ക് വരാമെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ ഓൾറെഡി പോയി. പിന്നെ ഇത് എൻ്റെ ഫ്രണ്ട് അരുൺ. അവൻ സത്യത്തിൽ ഒരു വീഡിയോ എടുത്തരാൻ പറഞ്ഞപ്പോൾ ഭയങ്കര ഷൈ ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ പാലക്കാട് നിന്നാണ് വണ്ടി എടുക്കണത്. അപ്പോൾ നമ്മൾ ഫാമിലി എല്ലാവരും കൂടിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ബാക്കി വിശേഷങ്ങൾ അവിടുന്ന് നമുക്ക് ഇതാക്കാം. അച്ഛൻ ഓൾറെഡി പാലക്കാട് എത്തിയെന്ന് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഇത് ഇവൻ്റെ വണ്ടി കേട്ടോ, അല്ലാതെ എൻ്റെ വീട്ടിലെ വണ്ടിയല്ല. അപ്പോൾ എന്തായാലും നമുക്ക് പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് വീഡിയോ നോക്കാം. സത്യത്തിൽ ടോട്ടലി എക്സൈറ്റഡ് ആണ്. ബാക്കിയുള്ള വണ്ടികളുടെ എല്ലാത്തിൻ്റെയും വീഡിയോ എടുക്കെങ്കിലും സ്വന്തം വണ്ടിയുടെ വീഡിയോ എടുക്കാൻ പോകുമ്പോൾ ഒരു എന്താ പറയുക, ഒരു ഇതുപോലെ. അപ്പോൾ എന്തായാലും നമുക്ക് പോവാം. ഓക്കെ, അങ്ങനെ നമ്മൾ ഷോറൂമിലെത്തി. അച്ഛമ്മ അമ്മയും കൂടി ഏതായാലും വണ്ടി ഡെലിവറി കിട്ടാനുള്ള സംഗതി ആ രീതിയിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഗ്രാൻഡ് വിത്താര 2 ഇവിടെ നിൽക്കുന്നുണ്ട്. പാലക്കാട് നെക്സലാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സത്യത്തിൽ നമ്മൾ ഫ്രോൺസാണ് ബുക്ക് ചെയ്തത്. വണ്ടി ഇവിടെ വന്നിട്ടില്ല. വണ്ടി എന്തായാലും അവിടെ ആക്സറീസിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇവിടെ കൊണ്ടുവന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതെല്ലാം ചെയ്തു തന്ന ബാബു എന്ന് പറഞ്ഞൊരു ആളാണ്, എക്സിക്യൂട്ടീവാണ്. നമുക്കിതെല്ലാം അതായത് ഡെലിവറി ബുക്കിംഗ് ഒക്കെ മൂപ്പരത്താണ് നമ്മൾ ഡീൽ ചെയ്തിട്ട്. അപ്പോൾ എന്തായാലും അമ്മച്ചുണ്ട്, വണ്ടി കണ്ടിട്ടില്ല അല്ലേ, വന്ന് പറഞ്ഞ ഗ്രാൻഡ് വിറ്റാര ഇതാണോ വണ്ടി എന്നാണ് സംഗീതാക്കിയത്. സംഗീതമല്ല, നമ്മൾ ഫ്രോൺസാണ് ബുക്ക് ചെയ്തത്. Delta+ വേരിയൻ്റാണ് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അച്ഛൻ വന്നിട്ടില്ല. അച്ഛൻ ഒരു 10 മിനിറ്റ് ആകുമ്പോഴേക്ക് വരാമെന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. കാറ് വന്നിട്ട് ബാക്കി വിശേഷങ്ങൾ നോക്കാം. അച്ഛൻ സംഗതി ഞാൻ വീട്ടുകാരുടെ മുമ്പിൽ വ്ളോഗ് ചെയ്യാറില്ല. ആ ഒരു എക്സൈറ്റ്മെൻറ്റ് അച്ഛമ്മയ്ക്കുണ്ട്. ക്യാമറയ്ക്ക് നോക്കിയിരിക്കുകയാണ്, അതായത് അപ്പുറത്തെ സ്ക്രീനില്ലേ അതിലേക്ക് നോക്കിയിരിക്കുകയാണ്. ഈ രീതിയിൽ എന്താ പറയുക, സത്യം പറഞ്ഞാൽ ഒരുപാട് എക്സൈറ്റഡ്. എന്താണ് എല്ലാവരെയും കൂട്ടി വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഫാമിലി ഫസ്റ്റ് എടുക്കുന്ന ഒരു വണ്ടിയാണ് 4 വീലർ. ഓക്കെ, 4 വീലർ ഇതൊരു സെക്കൻഡ് ഹാൻഡ് ഇതായിട്ട് ഒന്നും ഇട്ടില്ല. 2 വീലേഴ്സ് കുറേ വന്നു പോയിട്ടുണ്ടെങ്കിലും 4 വീലേഴ്സ് ഫസ്റ്റാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു വണ്ടി ഫിക്സ് ആകുമ്പോഴേക്കും എൻ്റെ മൈൻഡ് ചേഞ്ച്. അച്ഛൻ ആൾട്ടോയിൽ പറയുമ്പോൾ ഞാൻ സ്വിഫ്റ്റ് പറയും, അച്ഛൻ സ്വിഫ്റ്റിലേക്ക് എത്തുമ്പോൾ ഞാൻ ബൊലേറോ പറയും. അങ്ങനെ നീണ്ട് പോർക്കാണ്. ഏകദേശം ഒരുപാട് കാലമായില്ലേ വണ്ടറിങ്ങാനൊക്കെ നോക്കിയിട്ട് ഞങ്ങൾ ബുക്ക് ചെയ്യലടക്കം കഴിഞ്ഞിട്ട് ആ കാറ് വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്, ഏകദേശം 1 വർഷം മുന്നേറ്റ്. അപ്പോൾ എന്തായാലും ഇന്നാണ് ആ ഒരു സുദിനം. ടോട്ടലി നെർവസാണ് സത്യത്തിൽ. ഞാൻ അമ്മയുടെ അടക്കം വന്നു. ബാക്കിയുള്ള ഒരു വണ്ടിയുള്ള വീഡിയോ എടുക്കാൻ പോകുമ്പോഴേക്കും ഒരു കുഴപ്പമില്ല. സ്വന്തം വണ്ടിയുടെ വീഡിയോ എടുക്കാൻ പോകുമ്പോൾ ടോട്ടലി നെർവസ് ആയിട്ടുള്ള ഒരു അവസ്ഥയാണ്. എനിവേ നമുക്ക് അച്ഛനും കൂടി വന്നിട്ട് അതിൻ്റെ പേപ്പർ കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തിട്ട് ബാക്കി നോക്കാം. അപ്പോഴേക്കും ഇവിടുത്തെ ഒരു ഗ്രാൻഡ് വിത്താര ഡെലിവറിക്ക് വേണ്ടി നിൽക്കുന്നു. യെസ്, ഗ്രാൻഡ് വിത്താര. ഈ ഷെയ്ഡ് ഒരു ഗ്രേ ഷെയ്ഡാണ്. നമുക്ക് എന്തായാലും ഈ ഒരു ഷെയ്ഡാണ് ഫ്രോൺസ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ളത്. നെക്സാ ബ്ലൂ എന്ന് പറഞ്ഞ വേരിയൻ്റാണ്. ഇത് വന്നിട്ട് ഗ്രാൻഡ് വിത്താരയാണ്. ഇതല്ല കേട്ടോ ഫ്രോൺസ്. എന്തായാലും വെയിറ്റിംഗ് ആണ്, വണ്ടി വന്നിട്ടില്ല. ഷോറൂമിൽ നിന്ന് അവിടെ യാർഡിൽ നിന്ന് വന്നു പറഞ്ഞു, യാർഡിൽ നിന്ന് ഇറങ്ങി പറഞ്ഞു. ഇനി ഇവിടെ വന്നിട്ട് ബാക്കിയെല്ലാം ഒന്ന് സെറ്റ് ചെയ്യണം. അമ്മച്ചൻ കാത്തുനിന്ന് ഏകദേശം പരിപാടി. അയ്യോ കുഴപ്പമില്ല, അവിടെ ചാവി കൊടുക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളി. അങ്ങനെ കേക്ക് കട്ട് ചെയ്യാണ് ഈ സംഗതി. അങ്ങനെ ഒരുപാട് കാലത്തിൻ്റെ എന്താണ്. യെസ്, എടുത്തോളൂ. യെസ്, അത് ഹാൻഡ് ഓവർ. അപ്പോൾ അങ്ങനെ നമ്മൾ വണ്ടി എടുത്തു. സംഗതി പോകുന്നൊഴിക്കുകയാണ്. നമുക്ക് ഒരു 5 ലിറ്റർ ഫ്യൂലുണ്ട്, അത് നമ്മൾ അടിച്ചു. അതിനുശേഷം 5 ലിറ്റർ ഒന്നും അല്ലാത്തതുകൊണ്ട് നമ്മൾ വേറെ 5 ലിറ്റർ കൂടി അടിച്ചിട്ടുണ്ട്. പിന്നെ പോരാത്തതിന് എൻ്റെ ക്യാമറാമാൻ ഇപ്പോൾ അമ്മച്ചനായിരിക്കുകയാണ്. അപ്പോൾ അച്ഛമ്മക്ക് അതാ പുറത്തേക്ക് നോക്കിയിട്ടിരിക്കുന്നത്. അച്ഛമ്മ എങ്ങനെയുണ്ട് വണ്ടി? എങ്ങനെയുണ്ട്? അപ്പോ അച്ഛനും അമ്മ വണ്ടി കണ്ടെന്നും നന്നോ? അടിപൊളിയാ സംഗതി എന്താ വെച്ചാ. അപ്പോൾ അച്ഛനും അരുണും കൂടി ആ കാറ് കൊണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നമ്മൾ ഇനി ബാക്കി അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ നോക്കാം. ഓക്കെ, ത്രില്ഡ് എന്ന് പറയാം. കുറെ തെണ്ടി തീരാൻ തോന്നുന്നുണ്ട്.
അയ്യോ, കാറ് ഡെലിവറി എടുത്തു. ദ വെരി നെക്സ്റ്റ് ഡേ നമ്മൾ രാവിലെ അമ്പലത്തിൽ പോയി വണ്ടിയൊക്കെ ഒന്ന് പൂജിച്ചു. നമ്മുടെ നാട്ടിൽ ഉത്തർത്തിക്കാവ് എന്ന് പറഞ്ഞൊരു അമ്പലമുണ്ട്. അവിടെ പോയിട്ട് നമ്മൾ താക്കോല് പൂജിച്ചു. അതിനുശേഷം തൊട്ടടുത്ത് തന്നെ ഒരു വിഷ്ണു ക്ഷേത്രമുണ്ട്. അവിടെ പോയിട്ട് നമ്മൾ എന്ത് ചെയ്തു, വണ്ടിയും പൂജിച്ചിട്ടുണ്ട്. നമ്മുടെ ഫാമിലിത്തെ അച്ഛനും അമ്മയും അച്ഛമ്മയും ഞാനും കൂടി ചേർന്നിട്ട് എല്ലാവരോടും ചേർന്നിട്ട് പോയി. ഇനി കാറിനൊന്ന് വിശദമായിട്ട് കാണിക്കാം. ഇന്നലെ കാണിക്കാൻ പറ്റിയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ ഡെലിവറി എടുത്തു. അതിനുശേഷം ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങോട്ട് പോകുന്നു എന്നല്ലാണ്ട് ജസ്റ്റ് ഫുഡൊക്കെ കഴിച്ച് പോകുന്നല്ലാണ്ട് ഒരു വിശദമായിട്ട് നമുക്കൊന്നും പറയാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് നമുക്ക് കാറിനെ പറ്റിയിട്ട് കുറച്ച് കൂടുതൽ, ഓൾറെഡി ഒരുപാട് റിവ്യൂസ് ഉണ്ടാവും നമ്മുടെ ഫ്രോൺസിനെ പറ്റിയിട്ട്. അപ്പോൾ ഞാനൊരു ഡെൽറ്റ പ്ലസ് വേരിയൻ്റാണ് എടുത്തിരിക്കുന്നത്. അതിനെ പറ്റിയിട്ട് റീസൺ എന്താണെന്ന് വെച്ചാൽ മെയിനായിട്ട് സത്യം പറഞ്ഞല്ലോ എനിക്ക് ഈ ഒരു DRL ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതാണ് മെയിനായിട്ട്. നമുക്ക് ഡെൽറ്റ വരുന്നത് ഈ ഒരു ടൈപ്പ് DRL ലൈറ്റ് വരുന്നില്ല. எனவே നമ്മൾ നെക്സ ബ്ലൂ എന്നുള്ള കളറാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഹെഡ് ലൈറ്റിലോട്ട് വരികയാണെങ്കിൽ നമുക്ക് 2 എണ്ണം ഡിമ്മും അതുപോലെ 1 എണ്ണം ഹൈ ബീമുമാണ് വരുന്നത്. അങ്ങനെ 6 ഇത് വരുന്നുണ്ട്. 2 എണ്ണം ഡിം ലൈറ്റും 1 എണ്ണം ഹൈ ബീമുമാണ് വരുന്നത്. ഇനി നമുക്ക് ടെമ്പററി രജിസ്ട്രേഷനാണ്, പെർമനൻറ്റ് രജിസ്ട്രേഷൻ കിട്ടിയിട്ടില്ല. പിന്നെ പോരാത്തത് നമ്മൾ ആക്സറീസ് ആയിട്ട് കുറേയൊക്കെ നമ്മൾ ഷോറൂമിൽ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ ചെയ്യാമെന്നില്ലെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ എക്സ്റ്റേണൽ സ്റ്റൈലിഷ് കിറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഈ കാണുന്നതാണ് എക്സ്റ്റേണൽ സ്റ്റൈലിഷ് കിറ്റ്. അതുപോലെ ഫ്രണ്ടിലും വരുന്നുണ്ട്, ബാക്കിലും വരുന്നുണ്ട്, അതുപോലെ സൈഡ് വശത്തും വരുന്നുണ്ട്. പിന്നീട് പോരാത്തത് നമ്മൾ ഡോറിലേക്ക് ഒരു ഗാർഡ് പോലെ ഈ ഒരു ഡോർ ഫീഡിങ് ഗാർഡ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് സിൽവറിലും വരുന്നുണ്ട്, അതേപോലെ തന്നെ റെഡിലും വരുന്നുണ്ട്. നമ്മൾ റെഡാണ് എടുത്തിരിക്കുന്നത്. പിന്നീട് അലോയൊക്കെ കമ്പനി വരുന്നത് തന്നെയാണ്. ഫിറ്റ്മെൻറ്റ് കമ്പനിയിൽ നിന്ന് തന്നെ ആ ഒരു ഡെൽറ്റ പ്ലസ് വേരിയൻറ്റിൽ അലോയൊക്കെ പ്രൊവൈഡറാണ്. പിന്നെ ഇതിനേക്കാളും കുറച്ചുകൂടി ടോപ്പ് വേരിയൻറ്റ് നമുക്ക് വന്നിട്ട് ഇത് വരുന്നുണ്ട്, അതായത് നമ്മളെന്താ ഡയമണ്ട് കട്ട് അലോയ് വരുന്നുണ്ട്. പിന്നെ ബൂട്ട് സ്പേസ് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു ബൂട്ട് സ്പേസ് പറയുന്നുണ്ട്. കാണുന്നുണ്ട്. സംഗതി എന്താ വെച്ചാൽ ലിറ്റർ കണക്കിന് പറയാൻ ഞാനൊരു എക്സ്പേർട്ടൊന്നുമല്ല കാർ റിവ്യൂവിൻ്റെ കാര്യത്തിൽ. അത്യാവശ്യം നല്ല വലിയൊരു ബൂട്ട് സ്പേസ് വരുന്നുണ്ട്. പിന്നെ തൊട്ട് താഴെ നമുക്ക് വരുന്നതാണെങ്കിൽ പിന്നെ നമ്മുടെ ബലേനോ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു വേരിയൻറ്റ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ തൊട്ട് മുകളിൽ ഗ്രാൻഡ് വിറ്റാറയാണ് വരുന്നത്. ഒരു 5 സീറ്റർ വാഹനമാണ് നമ്മൾ ഈ ഒരു കാണുന്നത്. ജസ്റ്റ് പാർക്കൊന്ന് ഓൺ ചെയ്താണ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി. പിന്നെ മിറർ വന്നിട്ട് ഓട്ടോ ഫോൾഡിങ് അല്ല, അത് മാനുവലിയാണ്. നമുക്ക് കീ എൻഗേജ് ചെയ്തിട്ട് ഇവിടെ ഈ ഒരു സ്വിച്ച് ഉണ്ട്. ഈ സ്വിച്ച് അമർത്തിയാൽ നമുക്ക് ഇതാക്കാം. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഹെഡ്ലൈറ്റിൻ്റെ യൂണിറ്റ് ഓൺ ചെയ്തതിൻ്റെയാണ് ഈ ഒരു കീ എന്നുള്ള ശബ്ദം വരുന്നത്. പിന്നീട് ടോപ്പ് വേരിയൻറ്റും നമ്മുടെ ഈ ഒരു വേരിയൻറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു രീതി നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ബാക്കിലേക്കുള്ള AC വെൻ്റ് വരുന്നില്ല, പകരം ചാർജറിൻ്റെ ഒരു ഇത് വരുന്നുണ്ട്. ബാക്കിലേക്ക് AC വെൻ്റ് വരുന്നില്ല. പിന്നീട് നമ്മൾ സീറ്റിൻ്റെ കവറൊന്നും ഊരാത്തത് എന്താണെന്ന് വെച്ചാൽ സംഗതി മലയാളികളുടെ ആ ഒരു പുതുമ പോകാത്തൊരു ശൈലി അല്ല. സംഗതി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി സീറ്റ് കവറും അതുപോലെ തന്നെ അണ്ടർ മാറ്റും കൂടി പുറത്തുനിന്നാണ് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ എന്തായാലും അവിടെ പോയിട്ട് ചെയ്യുമ്പോൾ അങ്ങനെ വലിച്ചു കുറച്ച് കളയാം എന്ന് വിചാരിച്ചിട്ടാണ്. മലയാളിയുടെ സ്ഥിര സ്വഭാവം ഉണ്ടല്ലോ, ചളിയാക്കണ്ടെന്നുള്ള പുതുമ കൊണ്ടാണുള്ളൊരു ഇത്. അങ്ങനെ വേണമെങ്കിൽ കരുതാമെന്ന് വെച്ചാൽ ഇല്ല, നമുക്ക് വേണമെങ്കിൽ കളയാമെന്നുള്ളൂ. പിന്നെ എന്താണെന്ന് വെച്ചാൽ അവർ ചോദിച്ചു എടുക്കണോ ചോദിച്ചു, വേണ്ട എന്തായാലും 2 ദിവസം കഴിഞ്ഞാൽ ഇതാക്കാനുള്ളതല്ലേന്ന്. അപ്പോൾ എന്തായാലും സംഗതി ഇന്ന് തന്നെ നമ്മൾ പണിക്ക് കയറ്റുന്നില്ല എന്ന് വിചാരിച്ചുകൊണ്ടാണ് നാളേക്ക് ആക്കിയത്. നാളെ നമുക്ക് നേരെ പോയിട്ട് വർക്ക് ഉണ്ട്. പിന്നീട് ഇന്ത്യയിലത്തെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ സാധാ സുസുക്കിയുടെ വണ്ടികളിലൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് സ്റ്റിയറിങ്ങിലെല്ലാം എല്ലാ കൺട്രോളും വരുന്നുണ്ട്. പ്ലസും മൈനസും സോങ്സ് ചേഞ്ച് ചെയ്യാനോ അതുപോലെ തന്നെ വോയിസിൻ്റെയും കോൾ എടുക്കാനുള്ളതിൻ്റെയൊക്കെ അത് കോമൺ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ നമുക്ക് AC ക്ലൈമറ്റ് കൺട്രോൾ, ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ ഉണ്ട്. പിന്നെ പോരാത്തതിന് ബാക്കി എല്ലാ ഇതും ഇതിലാണ് വരുന്നത്. നമുക്ക് ടെമ്പറേച്ചർ, ഫാനിൻ്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ ഈ ഒരു ഇതിലും, അതുപോലെ തന്നെ ടെമ്പറേച്ചറിൻ്റെ ഇത് ഈ ഒരു ഇതിലും ഇതാക്കാം. ഇവിടെയായിട്ട് USB ചെയ്യാൻ ഇതാക്കാനുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. പിന്നീട് ഒരു ചാർജറിന് ഈ ഒരു സംഗതിയും ഇവിടെ വരുന്നുണ്ട്. ആൻഡ് നമുക്ക് ഇവിടെ ഒരു ഗ്ലോ ബോക്സായിട്ട് അത്യാവശ്യം വരുന്നുണ്ട്. അതിൻ്റെ കുറച്ച് പേപ്പറും കാര്യങ്ങളൊക്കെ വണ്ടർ വയ്ക്കാനുള്ള സംഗതികളുണ്ട്. ഇതൊക്കെ കോമൺ കാര്യങ്ങളാണ്. മെയിനായിട്ട് റിവ്യൂവിൽ എല്ലാത്തിലും, അതായത് റിവ്യൂ ബാക്കിയുള്ളവരൊക്കെ നല്ല വിശദമായിട്ട് ടോപ്പായിട്ട് ഇതിൻ്റെ പ്ലസ് പോസിറ്റീവ് നെഗറ്റീവായിട്ട് ഒരുപാട് റിവ്യൂ ഉണ്ടാവും. അത് ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്താൽ മതി. ആൻഡ് വെരി അനദർ തിങ്, നമുക്ക് ഈ ഒരു സാധനം ഇത് നമുക്ക് നെക്സയിൽ നിന്ന് ഗിഫ്റ്റ് കിട്ടിയതാണ്. അത് നിങ്ങൾ ഡെലിവറി എടുക്കുമ്പോൾ കണ്ടിട്ടുണ്ടാവും, ഒരു ബോക്സ് അച്ഛന് കൊടുക്കുന്നത്. അപ്പോൾ സത്യം പറയാലോ, എനിക്ക് നമ്മുടെ കാർ ഡെലിവറി കൊടുക്കുന്നതിൻ്റെ മുമ്പ് ഒരു ഗ്രാൻഡ് വിറ്റാര ഡെലിവറി കൊടുക്കുന്നു. അപ്പോൾ എനിക്ക് നല്ല സംശയം ഉണ്ടായിരുന്നു. നല്ല സംശയം എന്ന് വെച്ചാൽ ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു, എന്താണ് ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ. നിങ്ങൾക്കും ഉണ്ടാവും ഒരു ബോക്സിൻ്റെ ഉള്ളിൽ. കാർ ഡെലിവറി എടുത്ത് പരിചയമുള്ളവർക്ക് കുഴപ്പമുണ്ടാവില്ല, പക്ഷേ എനിക്ക് സത്യത്തിൽ നല്ലൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വരുന്ന സംഗതി സത്യം പറഞ്ഞതാ നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ ഇത് ഞാൻ ഓൾറെഡി ബോക്സൊക്കെ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അമ്മ നൈസായിട്ട് കൊണ്ടിട്ട് ഷോക്കേഴ്സിൽ വയ്ക്കാൻ നോക്കിയതാണ്. ഞാൻ ഒന്നും കൂടി ഇങ്ങോട്ട് തിരിച്ചെടുത്ത് തുടങ്ങാണ്. തുറക്കുകയാണെങ്കിൽ ഇതാ ഈ ഒരു രീതിയിൽ യെസ് നെക്സയുടെ ഒരു ബ്രാൻഡ് ഫ്രോൺസ് എന്ന് എഴുതിയിട്ട് സംഗതി ഒരു ഫ്ലാസ്ക് ഒരു 1/2 ലിറ്റർ സംതിങ് കൊള്ളുമെന്ന് പ്രതീക്ഷിക്കാം. അങ്ങനത്തെ ഒരു ഇതും വരുന്നുണ്ട്. പിന്നെ അത് ബ്ലാക്കും ഒരു വൈറ്റും കപ്പ് വരുന്നുണ്ട്. ഒരു ടീ ഗ്ലാസോ കോഫി ഗ്ലാസോ പോലത്തെ സംഗതി അതും വരുന്നുണ്ട്. ഇത്രയും സാധനമാണ് ഈ ഒരു ഇതിൽ വരുന്നത്, അല്ലാതെ വലുതായിട്ട് ഒന്നും തന്നെയില്ല.
പിന്നെ രാവിലെ തന്നെ വണ്ടിയൊക്കെ പൂശി എല്ലാവരും കാര്യങ്ങളൊക്കെ പറഞ്ഞേ. അങ്ങനെ കേട്ട സംഗതി എത്തപ്പോൾ ഞാൻ വളരെ ഹാപ്പി എന്ന് പറയാനും പറഞ്ഞു, അത്രയ്ക്ക് ഹാപ്പിയാണ്, എന്താ പറയുക, ടോട്ടലി എക്സൈറ്റഡ് ആണ്. പിന്നെ ഇനി അടുത്ത് കുറച്ച് വീഡിയോസ് സ്ഥിരമായിട്ട്, അതായത് ഓരോ ഇത് വണ്ടി എടുത്താൽ അതിൻ്റെ ബാക്കി ആക്സറീസും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് വീഡിയോസും ഇല്ല, അങ്ങനത്തെ കുറച്ച് വീഡിയോസ് വേണമെങ്കിൽ നമുക്കൊന്ന് പ്രതീക്ഷിക്കാം. നമുക്ക് എന്തായാലും സീറ്റ് ഓവർ ചെയ്യുന്നുണ്ട്, പിന്നെ പോരാത്തതിന് നമുക്ക് ഫുൾ മാറ്റ് അണ്ടർ ചെയ്യുന്നുണ്ട്, അതിനൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ പറ്റിച്ച ഒരു കോട്ടിങ് കൂടി ചെയ്യണം, അത് നമ്മൾ പ്ലാനിങ്ങിലുണ്ട്, നോക്കി നോക്കാം. അപ്പോൾ ഓട്ടോ ഫോൾഡിങ് ഞാൻ ഓൾറെഡി മടക്കിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഒരു എന്താ പറയുക സംഗതി, ഒരു ഓവറോൾ ഇത് വലിയ റിവ്യൂ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ സത്യം പറഞ്ഞില്ല, ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലേ, ബാക്കിയുള്ളവൻ്റെ വണ്ടർ വീഡിയോ എടുക്കാൻ പോകുമ്പോൾ ഒരു പ്രശ്നമില്ല, പക്ഷെ സ്വന്തം വണ്ടർ കാര്യം പറയുമ്പോൾ എന്തൊക്കെയോ പോലെയാണ്. എനിവേ നമുക്ക് 1.2 ലിറ്റർ എൻജിൻ വേരിയൻ്റാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. 1 ലിറ്റർ ടർബോയും ഇതിൽ അവൈലബിൾ ആണ്. നമ്മൾ 1.2 ലിറ്റർ നമുക്കത് മതി. മറ്റേ മൈലേജ് കുറവാണെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, ഇനിയിപ്പോൾ എന്താണെന്ന് എനിക്കറിയില്ല. ആൻഡ് വൺ തിങ്, ആക്സറീസിൽ പിന്നെ പോരാതെ നമ്മൾ ഈ ഒരു റെയിൻ ഗാർഡും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്, ക്രോമിൻ്റെ ഇത് വരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് വണ്ടർ ഏകദേശം ഒരു ചെറിയൊരു രൂപം എന്ന് പറയാം. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ജസ്റ്റ് ക്ഷമിക്കുക. സത്യം പറയാം, എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് എന്താ പറയേണ്ടതെന്ന് എനിക്കിപ്പോഴും ഒരു ഇതില്ല. അത് നമ്മുടെ ഫാമിലിത്തെ ഫസ്റ്റ് കാറാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാരായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. അഭിപ്രായ നിർദ്ദേശം തൊട്ടുകഴിഞ്ഞ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ സാധാ പോലെ നമ്മുടെ ബസ്സിൻ്റെ വീഡിയോസ് അങ്ങനെ കേട്ട് ഇങ്ങനെ അടിച്ചു പൊളിച്ച് പോകാം. അപ്പോൾ എന്തായാലും അടുത്തൊരു പുത്തൻ വീഡിയോ നിങ്ങളുടെ മുന്നിൽ വരുമ്പോൾ ബൈ, ടേക്ക് സൈനിങ് ഓഫ്, ബൈ.